ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയും ജേക്കയും തമ്മിൽ പരിചയപ്പെടാനായി ചിന്നു ഒരു അവസരം ഉണ്ടാക്കുകയാണ്. ചിന്നു അർച്ചനയോട് പറയുന്നുണ്ട്, ഈ വരുന്ന വ്യാഴാഴ്ച എൻ്റെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേക്ക് അങ്കിളിനെ കൂടി ക്ഷണിച്ചാലോ എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് അത് ഒട്ടും തന്നെ താല്പര്യമില്ല. മോളെ, അത് വേണോ? കഴിഞ്ഞ നിൻ്റെ ബർത്ത്ഡേ പരിപാടിക്ക് തന്നെ ഇവിടെ നടന്ന കോലാഹലങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് സാറിനെ വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു നിർബന്ധം പിടിക്കുകയാണ്. അമ്മേ വേണം, അങ്കിളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ പിന്നീട് അങ്കിളിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തേ എന്നെ വിളിക്കാതിരുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് എന്തായാലും അങ്കിളിനെ എൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കണമെന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ശരി നിന്റെ ആഗ്രഹമല്ലേ, നമുക്ക് ക്ഷണിക്കാമെന്ന് പറയുമ്പോൾ ചിന്നുവിന് ഒരുപാട് സന്തോഷമാവാണ്. ചിന്നു അർച്ചനയുടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ അർച്ചനയും ചിന്നുവും കൂടി JK സാറിനെ കണ്ട് ബർത്ത്ഡേക്ക് ക്ഷണിക്കാനായി പോവുകയാണ്. വാതിലടച്ച് വണ്ടിയൊന്നും കാണാത്തത് കൊണ്ട് തന്നെ JK സാർ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നുവെന്ന് അവർ പരസ്പരം അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ചിന്നു പോയി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. എന്നാൽ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും തന്നെ പുറത്തേക്ക് വരുന്നില്ല. അർച്ചന അപ്പം ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ നീയൊന്ന് സാറിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുക എന്ന് പറയാണ്. ചിന്നു അങ്ങനെ JKയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. JKയും പാപ്പച്ചനും കൂടി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിന്നുവിന്റെ കോള് വരുന്നത്. JK ഫോൺ എടുത്തുകൊണ്ട് എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പം പറയുന്നുണ്ട്, ഞാനും അമ്മയും കൂടി അങ്കിളിനെ കാണാനായി വന്നതാണ്, വന്നു നോക്കിയപ്പോൾ ഇവിടെ ആരും തന്നെയില്ല, അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ JKക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. JK അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോളും അമ്മയും എന്നെ കാണാൻ വന്നത്, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതെ അങ്കിളെ, ചെറിയൊരു വിശേഷമുണ്ട്. ഈ വരുന്ന വ്യാഴാഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ്, അതിനുവേണ്ടി അങ്കിളിനെ ക്ഷണിക്കാനാണ് ഞാനും അമ്മയും വന്നതെന്ന് ചിന്നു അങ്ങനെ പറയാണ്. JK അപ്പം തന്നെ ചിന്നുവിനെ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ ഫോണ് തായോ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോണ് വാങ്ങിച്ച് അർച്ചന JKയോട് സംസാരിക്കുകയാണ്. സാർ, ഞാൻ ചിന്നുവിന്റെ അമ്മയാണ്, വരുന്ന വ്യാഴാഴ്ച ചിന്നുവിന്റെ ബർത്ത്ഡേ ആണ്, സാറ് വരണം, അധികം ആരെയും ക്ഷണിക്കുന്നില്ല, സാർ എന്തായാലും വരണം, വരാതിരിക്കരുത്, സാറാണ് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് എന്ന് അർച്ചന അങ്ങനെ പറയാണ്. JK അപ്പോൾ ആകെ ടെൻഷനോടുകൂടി പറയുന്നുണ്ട്, ശരി ശരി ഞാൻ വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോണ് കട്ട് ചെയ്യുകയാണ്. പാപ്പച്ചനാണെങ്കിൽ JKയുടെ ടെൻഷൻ കണ്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സാറേ, സാറ് ഈ ബർത്ത്ഡേ ഫംഗ്ഷന് പോവുമോ, പോയി കഴിഞ്ഞാൽ അർച്ചന മേഡം കാണുമ്പോൾ ആകെ പ്രശ്നമാവില്ലേ, സാറിനോട് പലപ്പോഴായി ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, എന്താണ് സാറും അർച്ചന മേഡവും തമ്മിലുള്ള പ്രശ്നം, ഇന്ന് മേഡം വീട്ടിലേക്ക് വന്നപ്പോൾ വലിയൊരു കുഴപ്പക്കാരനെ പോലെയാണ് സാറിനെ കുറിച്ച് സംസാരിച്ചത്, എന്താണ് അതിന് കാര്യമെന്ന് പാപ്പച്ചൻ അങ്ങനെ ചോദിക്കുകയാണ്. JK അപ്പോൾ പാപ്പച്ചനോട് ദേഷ്യപ്പെടുകയാണ്, താൻ മിണ്ടാതെ വണ്ടി ഓടിക്കേ, അതൊന്നും താൻ അറിയണ്ട എന്ന് പറയാണ്. അതിനുശേഷം ചന്ദ്ര അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കു വരുന്നത്. രുക്കു എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ചേച്ചി ഈ സമയത്ത് ഏട്ടനോട് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല, ചേച്ചിയെ ഏട്ടൻ തല്ലിയതിനെ ക്ഷമിക്കണോ വേണ്ടോ എന്ന് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം, പക്ഷേ സമയത്തൊരിക്കലും ചേച്ചി ഏട്ടനോട് അകൽച്ച കാണിക്കാൻ പാടില്ല, സമയത്ത് ചേച്ചി ഏട്ടനിൽ നിന്ന് അകലാൻ തുടങ്ങിയാൽ അത് അർച്ചനേച്ചി മുതലാക്കും, ചേച്ചിയുമായി പിണങ്ങിയിരിക്കുന്ന ഈ സമയം അർച്ചനേച്ചി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ചേച്ചി പിന്നെ എന്ത് ചെയ്യും, രണ്ടുപേരുടെയും ഓഫീസ് അടുത്തടുത്താണ്, ചേച്ചിയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ചിലപ്പോൾ അർച്ചനേച്ചിയിൽ നിന്നും ഏട്ടന് കിട്ടിയാൽ അതൊരിക്കലും ഏട്ടൻ വേണ്ടെന്ന് വെക്കില്ല, ചേച്ചിയും ഏട്ടനും തമ്മിൽ പ്രശ്നമുണ്ടാവാൻ അർച്ചനേച്ചി കാത്തിരിക്കുകയാണെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അർച്ചന അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം ഞാൻ അവളെ കൊല്ലുമെന്ന് ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇതൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ, ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലത്, ചേച്ചിയുടെ ജീവിതം തകർക്കാനേ അർച്ചനേച്ചിയെ നോക്കൂ, അതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഒരിക്കലും അർച്ചനേച്ചി അറിയരുത്, ഈ പ്രശ്നം അറിഞ്ഞാൽ ചിരിക്കും, അതിനുള്ള സാഹചര്യം ചേച്ചി ഉണ്ടാക്കരുത്, നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അതിന്റെ ഗുണഭോക്താവ് അർച്ചനേച്ചി ആയിരിക്കും, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഇനി ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് രുക്കു അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരികയാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ച് ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പോവാൻ നിൽക്കുന്ന വിജയ് ശങ്കറിനോട് ചന്ദ്ര സംസാരിക്കുകയാണ്, വിജയേട്ട ഇതെന്താ മിണ്ടാതെ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടല്ലേ പോവാറുള്ളൂ, ഞാൻ ഇന്നലെ എൻ്റെ ദേഷ്യത്തിൽ വിജയേട്ടനോട് എന്തൊക്കെയോ സംസാരിച്ചു, മോശമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്, ഇതിനെല്ലാം ഞാൻ വിജയേട്ടനോട് സോറി ചോദിക്കുന്നു എന്നൊക്കെ ചന്ദ്ര അങ്ങനെ പറയാണ്. വിജയ് ശങ്കർ അപ്പം പറയുന്നുണ്ട്, നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അങ്ങനെ പോവുകയാണ്. ചന്ദ്ര അപ്പം മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ തോറ്റെന്ന്
കരുതേണ്ട വിജയേട്ട. അർച്ചനയുമായി നിങ്ങൾ അടുപ്പം കാണിക്കാൻ ശ്രമിച്ചാൽ ഈ ചന്ദ്രയുടെ തനി നിറം നിങ്ങൾ അറിയുമെന്ന് ചന്ദ്ര അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ദീപ്തി തിരിച്ച് ഓഫീസിലേക്ക് എത്തുകയാണ്. വസുവിനോട് അങ്ങനെ പറയുന്നുണ്ട്, വസു എനിക്ക് കുറെ വർക്ക് ലോഡ് ഉണ്ട്, നീ എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് ചോദിക്കുമ്പോൾ വസു പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ സഹായിക്കാമെന്ന് പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. ദീപ്തിയെ കണ്ട് അർച്ചന സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, ആ ദീപ്തി നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഇന്നലെ രാത്രിയിലാണ് എത്തിയത്, കുട്ടികളെ ബോർഡിങ്ങിലാക്കിയിട്ട് വരുമ്പോഴേക്കും ലേറ്റായി എന്നങ്ങനെ ദീപ്തി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇന്ന് നീ എന്തിനാണ് വന്നത്, ഇന്നുകൂടി ലീവ് എടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ എനിക്ക് കുറെ വർക്ക് ലോഡ് ഉണ്ട്, ഇനിയും ലീവ് എടുത്താൽ ശരിയാവില്ല, അതൊക്കെ പോട്ടെ, JK സാറ് നിന്റെ അടുത്ത് താമസിക്കാൻ വന്നിട്ട് എന്തായി, സാറിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർച്ചന നിരാശയോടെ പറയുന്നുണ്ട്, സാറിനെ ഇതുവരെ കാണാനായി കഴിഞ്ഞില്ല, ഇന്നലെ അവിടെ പോയപ്പോഴും സാറ് ഭയങ്കര എഴുത്തുപണിയിലായിരുന്നു, പക്ഷേ സാറിനെ കാണാനൊരു വഴിയുണ്ട്, ഈ വരുന്ന വ്യാഴാഴ്ച ചിന്നുവിന്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും JK സാറിനെ കാണാം, ഇപ്പൊ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ആ ബർത്ത്ഡേ ഫംഗ്ഷനെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേക്ക് വരണമെന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് അവർക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. വീണ്ടും അർച്ചന പറയുന്നുണ്ട്, ആ ബർത്ത്ഡേ ഫംഗ്ഷനിലെ ചീഫ് ഗസ്റ്റ് JK സാറാണ് എന്നെല്ലാം അർച്ചന അങ്ങനെ പറയുകയാണ്. ദീപ്തിക്കും വസുവിനപ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ബർത്ത്ഡേ ഫംഗ്ഷന് വരും, അങ്ങനെ ഞങ്ങൾക്കും സാറിനെ പരിചയപ്പെടാമല്ലോ എന്ന് പറയാണ്. അതിനുശേഷം അച്ചുവിന്റെ പാസിംഗ് ഓൺ പരേഡ് എല്ലാം കഴിഞ്ഞ് ഓഫീസർ അച്ചുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് അച്ചുവിന്റെ ഫോൺ തിരികെ കൊടുക്കുന്നുണ്ട്. ഇനി ഫോൺ തന്റെ കയ്യിൽ തന്നെ വെക്കാം, അല്ല പാസിംഗ് ഓൺ പരേഡിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഫാമിലി വന്നല്ലോ, തന്റെ ഫാമിലി മാത്രം വന്നില്ല, അതെന്താ എന്ന് ചോദിക്കുകയാണ്. ചുവപ്പ് പറയുന്നുണ്ട്, സോറി സാർ, എനിക്ക് എൻ്റെ വീട്ടിൽ അറിയിക്കാൻ പറ്റിയില്ല എന്ന് പറയാണ്. അങ്ങനെ അച്ചുവിനോട് അച്ചുവിന്റെ ഓഫീസർ അങ്ങനെ അർച്ചനയെ കുറിച്ച് സംസാരിക്കുകയാണ്. തനിക്ക് തന്റെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അച്ചു ആണെങ്കിൽ ഓഫീസറിനോട് പറയുന്നുണ്ട്, സാർ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് അങ്ങനെ പറയാണ്. ആ ഓഫീസർ അപ്പോൾ അച്ചുവിനോട് പറയുന്നുണ്ട്, പരേഡ് എല്ലാം കഴിഞ്ഞതിനു ശേഷം അടുത്ത് തന്നെ തനിക്ക് തന്റെ നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് റെഡിയാവുമെന്ന് അങ്ങനെ പറയാണ്. പിറ്റേ ദിവസം രാവിലെ അനന്തനും മുകുന്ദനും പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ചായയുമായി മഞ്ജു രമ്യയും അങ്ങോട്ടേക്ക് വരുന്നത്. മഞ്ജു അപ്പോൾ മുകുന്ദനോട് പറയുന്നുണ്ട്, മുകുന്ദ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്ക്, സാരിയുടെ ഓഫർ എന്തെങ്കിലും ഉണ്ടാവും, എനിക്ക് നല്ല 2 സാരി എടുത്തു വെക്കണമെന്ന് പറയുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, നീയല്ലേ കഴിഞ്ഞ മാസം 3 സാരി എടുത്തത്, പിന്നെ എന്താ എന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പം പറയുന്നുണ്ട്, ഞാൻ 3 സാരിയല്ലേ വാങ്ങിച്ചുള്ളൂ, ആ തെക്കേലെ രാജി കഴിഞ്ഞ മാസം 12 സാരിയാണ് എടുത്തത് എന്നെല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ അർച്ചനയും സംസാരിക്കുകയാണ്. അപ്പോഴാണ് മുകുന്ദൻ അച്ചുവിന്റെ പാസിംഗ് പരേഡ് കഴിഞ്ഞത് അറിയുന്നത്. മുകുന്ദൻ അപ്പം തന്നെ അത് അവരോട് പറയുന്നുമുണ്ട്. ആ വാർത്ത കേട്ട് എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷാവുകയാണ്. അർച്ചന എന്നിട്ട് ന്യൂസ് പേപ്പർ വാങ്ങി നോക്കുകയാണ്. എന്നാൽ അതിൽ അച്ചുവിന്റെ പേരോ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് മഞ്ജു പറയുന്നുണ്ട്, അച്ചു ഇതിൽ വിജയിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വരികയാണ്. അർച്ചന പറയുന്നുണ്ട്, ഇതിൽ പേരോ ഫോട്ടോ ഇല്ലെങ്കിലും പങ്കെടുത്ത എല്ലാവരും വിജയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ആരും പേടിക്കണ്ട എന്ന് അർച്ചന അങ്ങനെ പറയാണ്. രമ്യ അപ്പൊ പറയുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും അച്ചു നമ്മളോട് ഇങ്ങനൊരു കാര്യം പറയാതിരുന്നത്, അവന് നമ്മളെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പോൾ അവൻ വിട്ടുപോയതായിരിക്കും, എന്തായാലും നമുക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുത്ത് അച്ചുവിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ 2 പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അവനെ വിളിച്ച് കിട്ടുന്നില്ല, അവൻ എന്തായാലും തിരിച്ചു വിളിക്കുമായിരിക്കും എന്ന് പറയാണ്. അതിനുശേഷം എല്ലാവരും തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. മുകുന്ദൻ മാത്രം പുറത്തങ്ങനെ നിൽക്കുകയാണ്. അച്ചുവിന് ഇപ്പോഴും തന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല എന്ന് മുകുന്ദനെ നന്നായിട്ട് അറിയാം. രുക്കു തന്നോട് ചെയ്ത കാര്യങ്ങളെല്ലാം മുകുന്ദനപ്പം അങ്ങനെ ഓർക്കുകയാണ്. രുക്കു ആണെങ്കിൽ പത്രത്തിൽ അച്ചുവിന്റെ പാസിംഗ് ഓൺ പരേഡിന്റെ വാർത്ത കണ്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രയും വിമലയും വരുന്നത്. ചന്ദ്രയപ്പോ അച്ചുവിനെ കുറിച്ച് രുക്കുവിനോട് അങ്ങനെ പറയുകയാണ്, അവൻ നിന്നോട് പോലും ഈ കാര്യം പറഞ്ഞില്ലേ, നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ, അവനൊരു നന്ദി കെട്ടവനാണ്, അന്ന് ഫാമിലി മീറ്റിങ്ങിനുള്ള പെർമിഷൻ അവൻ ക്യാൻസൽ ചെയ്തു, എല്ലാത്തിനും നിന്നെ പറഞ്ഞാൽ മതി രുക്കു, ബാറ്റ് ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയ നിന്നെ തന്നെ ഞാൻ ഇതിനെല്ലാം പറയുമെന്ന് ചന്ദ്ര അങ്ങനെ രുക്കുവിനെ കുറ്റപ്പെടുത്തുകയാണ്. വിമലപ്പ പറയുന്നുണ്ട്, ഇതിനിപ്പോ രുക്കുവിനെ വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം, ഇവള് പറഞ്ഞിട്ടല്ലല്ലോ അച്ചു അങ്ങനെയെല്ലാം ചെയ്തതെന്ന് വിമല അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാ, അർച്ചന പറഞ്ഞിട്ടാണോ അവൻ അങ്ങനെയെല്ലാം ചെയ്തത് എന്നങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്. രുക്കു അപ്പോൾ കരഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്, അതിന് ഫാമിലി മീറ്റിന് അമ്പാട്ടിൽ നിന്നും ആരും പോയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.